വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും VM വിനു രാവിലെ മുതൽ തന്നെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുണ്ട്. എന്തായാലും UDF സ്ഥാനാർത്ഥി VM വിനു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വോട്ടർ പട്ടികയിൽ നിന്ന് അവസാന നിമിഷമാണ് പേരില്ല എന്ന് മനസ്സിലായത്. എന്താണ് ഇനി നിയമ പോരാട്ടം തന്നെ തുടരുമോ? തീർച്ചയായും ഞാൻ ഇന്നലെ കലക്ടറെ കണ്ടിട്ട് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വേണ്ട രീതിയിൽ പരിഗണിക്കാൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇനി അഥവാ അവിടുന്ന് പ്രശ്നമാണെങ്കിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും. അങ്ങനെയുള്ള നീക്കത്തിൽ നമ്മൾ റെഡി ചെയ്ത് നിൽക്കുകയാണ്. ഹൈക്കോടതിയെ സമീപിക്കും. ഈ വൈഷ്ണയുടെ വിഷയത്തിൽ അതേപോലെ ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായിരുന്നു, അത് നീതി നിഷേധിക്കാൻ പാടില്ല എന്നുള്ളത്. അതിനൊരു അതാ പറഞ്ഞത്, നമ്മൾക്കിപ്പോൾ ആകെ ഒരു അഭയ കേന്ദ്രം എന്ന് പറഞ്ഞത് കോടതി നീതിന്യായ വ്യവസ്ഥയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ നീതി കിട്ടുന്നുള്ള പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ എത്രയോ വർഷമായിട്ട് ഞാനിവിടെ കോഴിക്കോട് ജനിച്ചു വളർന്ന തരത്തിലാണ്. 40-45 കൊല്ലമായിട്ട് ഞാൻ എല്ലാ പാർലമെന്റ് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ വരെ വോട്ട് ചെയ്തതാണ്. കഴിഞ്ഞ പിന്നെ ഏറ്റവും അവസാനം ഏതായിരുന്നു വോട്ട് ചെയ്തിരുന്നത്? രാജേഷ് കൗൺസിലറായി നിൽക്കുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ രാഘവട്ടനായിരുന്നു സ്ഥാനാർത്ഥി. ഞാൻ വോട്ട് ചെയ്താണ്. വോട്ട് സാധാരണ മിസ്സാവാറില്ല അല്ലേ? ഇല്ല, എനിക്ക് മിസ്സാവാറില്ല. നമ്മൾ ഷൂട്ടിംഗ് ആണെങ്കിൽ പോലും ആ സമയത്ത് പലപ്പോഴും ഷൂട്ടിംഗ് ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഏതെങ്കിലും 1-2 മിസ്സായി പോയിട്ടുണ്ട് ആദ്യം. ആ ഷൂട്ടിംഗ് നമ്മൾ ജോലിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സമയത്ത്. എന്നാലും എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും മോനൊക്കെ ഒന്നും മിസ് ചെയ്യാറില്ല. ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് പോയതെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടി. നമ്മളിത് പറയേണ്ട ഒരു പച്ചയായ ഒരു നഗ്നമായ സത്യമാണിത്. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഒരു ഹിന്ദു മെഡിക്കൽ കോളേജ് സൗത്ത് ഇതുവരെ ഒരു ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു സംഭവം നേരിടേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു വേറെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു പറഞ്ഞിട്ട് ഒരു UDF തീരുമാനിച്ചിട്ട് നിർത്തി കഴിഞ്ഞ അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ പലതും അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. കാരണം അവർക്കറിയാം ഇതൊരു ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് തയ്യാറായിട്ട് ജനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവർക്ക് നിശ്ചയമായിട്ട് അറിയാം. അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നിലകിട്ടാത്ത ഒരു കളിയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇന്നലെ ഇത് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു ഒരു ഫീലിംഗ്? ഒന്നാമത് എന്താ വെച്ചാൽ എനിക്ക് അതെങ്ങനെ പറ്റിപ്പോയി എന്ന് എനിക്ക് തോന്നി. എനിക്കങ്ങനെ വോട്ട് ഇല്ലാതെയായിപ്പോയി. അതായത് സാധാരണ ഒരു പൗരൻ്റെ പോലെ ഞാൻ ചിന്തിച്ചു. കാരണം എനിക്ക് വോട്ട് വേണ്ടിയല്ലേ, ഞാൻ ഇന്ത്യൻ പൗരനല്ലേ, എനിക്കങ്ങനെ അതൊരു നീതി നിഷേധമല്ലേ. അപ്പം അങ്ങനെ ഒരു തോന്നൽ എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു വോട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിലും ഞാൻ ഏതെങ്കിലും അധികാരം മോഹിച്ചിട്ടൊന്നും വന്നിറങ്ങിയാനല്ല. ഞാൻ ജനങ്ങളെ കോഴിക്കോടിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പലതും ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ പുറകിൽ ഞാൻ അതിന് മുന്നിലായിട്ട് ഞാൻ പിന്നെ എല്ലാ ഇലക്ഷൻ മണ്ഡലങ്ങളിലും ഞാൻ ചെന്നിട്ട് ഞാൻ എല്ലാ വാർഡുകളിലേക്കും ഞാൻ ഇറങ്ങിത്തിരിക്കും. അതെനിക്കിപ്പോൾ ഇവിടെ മേയർ സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനം വേണമെന്നോ ഒന്നും എനിക്ക് ദൈവസത്യം ഇല്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചു കഴിഞ്ഞു. തീർച്ചയായും അങ്ങനെ നീതി കിട്ടുന്നവരെ നമ്മൾ യുദ്ധം ചെയ്യും, ഉറപ്പാണ്. എന്തായാലും നീതി ലഭിക്കും വരെ യുദ്ധം ചെയ്യും. അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണം എന്നതിനുള്ള നിലപാട് തന്നെയാണ്. അതിന് ഏതറ്റം വരെയും പോവും. അതിന് വേണ്ടി വന്നാൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് VM വിനു വ്യക്തമാക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.